കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു കഥയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് കഥാസാഗരം എന്താണെന്നൊന്ന് പറഞ്ഞേക്കാം. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഒരു ഹിമാലയൻ നാടോടി കഥയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലോട്ട് കടന്നേക്കാം. റാം സമ്പന്നനായ ഒരു കർഷകനായിരുന്നു. അയാൾക്ക് 3 ആൺമക്കളുണ്ടായിരുന്നു. അവർ മഹാമടിയന്മാരും ധൂർത്തന്മാരുമായിരുന്നു. അതിൽ റാമിന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അയാൾ തൻ്റെ പ്രശ്നം സുഹൃത്തായ കൃഷ്ണനെ അറിയിച്ചു. അവർ ഇങ്ങനെ ജീവിച്ചാൽ നശിച്ചു പോകും, എങ്ങനെ അവരെ ഒന്ന് നന്നാക്കാം? റാം ചോദിച്ചു. നിങ്ങളുടെ മക്കൾക്ക് അവരുടെ വിഹിതം കൊടുക്കുക, അപ്പോൾ അവർക്കൊരു ചുമതലാബോധം ഉണ്ടാകും, അതവരെ നല്ല വഴിക്ക് വരാൻ സഹായിക്കും. കൃഷ്ണൻ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. റാം അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് റാമിന് തോന്നി. ശരിയാണ്, അവർക്ക് ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്താൽ അതിൽ അവരുടെ ശ്രദ്ധ പതിയെ അവരുടെ ഈ മടിയും ധൂർത്തുമൊക്കെ അവസാനിക്കും. അവർക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ റാം ചിന്തിച്ചു. ഉടൻ തന്നെ റാം മക്കൾക്ക് തൻ്റെ സ്വത്ത് വീതിച്ചു കൊടുത്തു. പക്ഷേ അത് വിചാരിച്ച ഫലമല്ല ഉണ്ടാക്കിയത്. മക്കൾ 3 കൂടുതൽ ധാരാളികളായി ചൂതുകളിയും മദ്യസേവയുമായി ജീവിക്കാൻ തുടങ്ങി. കുടുംബം നോക്കാതെയായി. ദിവസം ചെല്ലുന്തോറും അവരുടെ സ്വത്ത് ക്ഷയിച്ചു വന്നു. കൂടുതൽ ദുഃഖിതനായ റാം കൃഷ്ണനെ ചെന്ന് കണ്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ടും അവർ നന്നാകുന്ന മട്ടില്ല, ഇനി എന്ത് ചെയ്യും? റാം ചോദിച്ചു. കൃഷ്ണൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് റാമിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. റാം വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ വരാം. ശരി. റാം വീട്ടിലേക്ക് മടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഒരു കുതിരവണ്ടിയിൽ റാമിൻ്റെ വീട്ടിൽ ചെന്നു. വണ്ടിയിൽ ഏതാനും ഭാരിച്ച ചാക്കുകളും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കടം തിരികെ തരാൻ വന്നതാണ്. ഈ ചാക്കുകളിലൊക്കെ വെള്ളി നാണയങ്ങളാണ്. എന്നെ വേണ്ട സമയത്ത് സഹായിച്ചതിന് നന്ദിയുണ്ട്, കൃഷ്ണൻ റാമിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ 3 മക്കൾക്കും സന്തോഷമായി. ഇതാ തങ്ങൾ വീണ്ടും സമ്പന്നരായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തുള്ളിച്ചാടി. റാം ഉടൻ തന്നെ ചാക്കുകെട്ടുകൾ നിലവറയ്ക്കകത്താക്കി പൂട്ടി. താക്കോൽ കൃഷ്ണനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വിശ്വസ്ത സുഹൃത്താണ്. ഈ താക്കോൽ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. എൻ്റെ മക്കൾ അധ്വാനിച്ച് കുടുംബം നോക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ കാലശേഷം ഈ സ്വത്ത് അവർക്ക് നൽകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു ചില്ലിക്കാശ് പോലും അവർക്ക് നൽകരുത്. കൃഷ്ണൻ സമ്മതിച്ചു. നല്ല രീതിയിൽ ജീവിച്ചാൽ ആ സമ്പത്ത് തങ്ങൾക്ക് കിട്ടുമെന്ന വിചാരത്തിൽ 3 മക്കളും അധ്വാനിക്കാനും കുടുംബം നോക്കാനും തുടങ്ങി. കാലം കുറച്ച് കടന്നുപോയി. റാമിൻ്റെ മക്കൾ സമ്പന്നരായി. അത് കണ്ട് സന്തോഷത്തോടെ അയാൾ കണ്ണടച്ചു. റാമിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അയാളുടെ മക്കൾ കൃഷ്ണനെ വിളിച്ചു വരുത്തി. നിലവറയിൽ നിന്ന് ചാക്കുകൾ പുറത്തെടുത്ത് തുറന്നു. അതിൽ നിറയെ കല്ലും മണ്ണുമായിരുന്നു. എന്താണിത്? അവർ കൃഷ്ണനോട് ചോദിച്ചു. ഈ ചാക്കിലുണ്ടായിരിക്കേണ്ടത് അത്രയും ധനം നിങ്ങളിപ്പോൾ അധ്വാനിച്ചുണ്ടാക്കി കഴിഞ്ഞു. അതിന് പ്രേരണ തന്നത് ഈ ചാക്കുകളാണ്. അതിനേക്കാൾ വലിയ സമ്പത്ത് മറ്റെന്തുണ്ട്? കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് 3 കണ്ണു തുറന്നു. ഇത്രയുമാണ് കഥ. സമ്പാദിക്കാനും ഒരു പ്രേരണയൊക്കെ വേണം. നമുക്ക് ഒരു ലക്ഷ്യസ്ഥാനമൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കിത് കിട്ടും എന്നൊക്കെയുള്ള ചില മോഹങ്ങളുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ധനമുള്ളവരെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ലോകത്ത് നാം കാണുന്നത്. മത്സരമാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിസമ്പന്നരെ പോലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമ്പത്ത്. ഒരിക്കലും അവർ ഇല്ല ഞാൻ നിർത്തി, എനിക്ക് ആവശ്യത്തിനായി എന്ന് പറയുന്നില്ല. അതാണ് ലോകത്തിൻ്റെ ഒരു നയം സമ്പത്തിൻ്റെ കാര്യത്തിൽ. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും
നമുക്കിടയിലുണ്ട്. ചിലർ സമ്പത്തൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ തോന്നും ഇത്രയൊക്കെ മതി, ഇനി വേറെ നല്ല കാര്യങ്ങൾ, ജീവിതത്തെ മറ്റൊരു വീക്ഷണത്തിൽ നമുക്ക് കാണാം എന്നൊക്കെ തീരുമാനിച്ച് അവർ സഞ്ചരിക്കുകയും അവർ ഇല്ലാത്തവരെ സഹായിക്കുകയും മറ്റ് കർത്തവ്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയും ചിലരുണ്ട്. ചിലർ ജീവിതകാലം മുഴുക്ക ഈ പരക്കം പായ്ച്ചിൽ തന്നെ 6 അടി മണ്ണിൽ എത്തുന്നത് വരെയും അവരിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും ഈ ധനത്തിന് വേണ്ടി. മനുഷ്യജീവിത യാത്ര പഠനത്തിൻ്റെയും കൂടി യാത്രയാണ്. പഠിക്കുക എന്നർത്ഥമാക്കുന്നത് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന, സാംശീകരിക്കുന്ന ഒട്ടനവധി ജീവിത ദർശനങ്ങളും പാഠങ്ങളുമുണ്ട്. വിരസമായതും രസകരവുമായതുമായ ഈ ജീവിതങ്ങൾ, നമ്മളുടെ ജീവിതം എന്ന് പറയുമ്പോൾ വിരസം മാത്രമല്ല, രസകരമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഒട്ടനവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് മധുരമുള്ളതും കൈപ്പേറിയതുമൊക്കെ ആകാം. നമ്മൾ പരീക്ഷണങ്ങളിലൂടെയും അസ്ഥിരതകളിലൂടെയും ഉയർച്ചയിലൂടെയും താഴ്ചകളിലൂടെയും പ്രക്ഷുബ്ധമായ കാലങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. ജീവിതം നമ്മെ പോരാട്ടം പഠിപ്പിക്കുന്നു, ദൃഢചിത്തത പഠിപ്പിക്കുന്നു, ക്ഷമാശീലവും സ്ഥിരോത്സാഹവും പോരാട്ടവീര്യവും എല്ലാം, അല്ലേ? അങ്ങനെ എത്തൊക്കെ കാര്യങ്ങളാണ് നമ്മെ ജീവിതം പഠിപ്പിക്കുന്നത്. ആ പാതകൾക്കൊക്കെ നമ്മൾ പല പേരുകൾ നൽകും. ധർമ്മത്തിൻ്റെ വഴിയെന്നോ സനാതന ധർമ്മമെന്നോ ചില ഇസങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ നൽകും. ഒട്ടേറെ ഫിലോസഫേഴ്സ് ഉണ്ടല്ലേ, നമുക്ക് താത്വിക ആചാര്യന്മാരുണ്ട്. അവരൊക്കെ നമുക്ക് ഓരോ ദർശനങ്ങൾ നമ്മളെ പരിചയപ്പെടുത്താറുണ്ട്. ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അല്ലേ, വ്യത്യസ്തമായ കുറേ പുഴകളും അരുവികളും ഒക്കെ വന്നു ചേരുന്ന ഒരു സംഗമ ഭൂമിയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. പല ദർശനങ്ങളും ഉണ്ടാകും, പല ഫിലോസഫികളുണ്ടാകും, പല മതങ്ങളുണ്ടാകും, മതത്തിൻ്റെ നിയമാവലികളുണ്ടാകും. ഇതിനൊക്കെ നമ്മൾ പല പേരുകളുമൊക്കെ നൽകുന്നു. പക്ഷേ എല്ലാം പ്രായോഗിക തലത്തിൽ വരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല സുഹൃത്തിൻ്റെ കഥ കൂടിയാണ് ഈ ഒരു കഥയെന്ന് പറയുന്നത്. വേറൊരു കഥയും കൂടെ ഒന്ന് കേട്ട് നോക്കിയാലോ? വെറുതെ ഒരു രസത്തിന് ഒരു കഥയും കൂടെ കേട്ടാലോ? ഇത് പഞ്ചതന്ത്രം കഥയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം പഞ്ചതന്ത്രം കഥകളുടെ കഥയിൽ നിന്ന് എടുത്ത ഒരു കഥ. ഇത് ഒരു സുഹൃത്തിൻ്റെ കഥയാണ്. ഒരു കൊടുങ്കാട്ടിൽ പിഗളക എന്ന പേരുള്ള ഒരു സിംഹമുണ്ടായിരുന്നു. അവൻ വളരെ പ്രഭാവത്തോടെ സർവകരുത്തോടെ ആ കാട്ടിൽ രാജാവായി വാണിരുന്നു. ഒരിക്കൽ അവൻ സഞ്ജീവക എന്ന കാളയെ പരുക്കുകളോടെ കാട്ടിൽ കാണാൻ ഇടയായി. അപ്പോൾ എങ്ങനെ ഈ കാള കാട്ടിലെത്തി എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ സഞ്ജീവകൻ്റെ യജമാനൻ അവനെ പരുക്ക് കാരണം കാട്ടിൽ ഉപേക്ഷിച്ചു പോയതാണ്. സഞ്ജീവനോട് സിംഹരാജൻ കാര്യങ്ങളൊക്കെ തിരക്കി സംസാരിച്ചപ്പോൾ അവൻ്റെ ജ്ഞാനവും അനുഭവസമ്പത്തും ഏറെ വിലമതിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അവരങ്ങനെ അടുത്ത മിത്രങ്ങളാവാൻ അധികം താമസമുണ്ടായില്ല. കുറുക്കന്മാരായ സഹോദരങ്ങൾ ഈ കാട്ടിൽ തന്നെ വസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പേര് ദമനക എന്നും കരാടക എന്നുമായിരുന്നു. അവർക്ക് ഈ സൗഹൃദം അത്ര രസിച്ചില്ല. അവർക്ക് സിംഹരാജൻ്റെ മേലുള്ള സ്വാധീനം ഈ കാള കാരണം നഷ്ടപ്പെടുമെന്ന് അവർ അതിയായി ഉത്കണ്ഠപ്പെട്ടു. അതായത് അവർ ഭയന്നു. അതിനെ തകർക്കാൻ അവരൊരു പദ്ധതി തയ്യാറാക്കി. അപ്പോൾ ദമനക ഒരു സൂത്രം പ്രയോഗിച്ചു. പതുക്കെ സിംഹരാജൻ്റെ അടുക്കൽ ചെന്നിട്ട് കുശലാന്വേഷണമൊക്കെ നടത്തിയ ശേഷം പതുക്കെ ചെവിയിൽ മന്ത്രിച്ചു. നമ്മുടെ ഈ കാള സഞ്ജീവക ഉണ്ടല്ലോ, താങ്കളുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പദ്ധതിയിടുകയാണ്. താങ്കളെ കൊന്നിട്ട് താങ്കളുടെ ഈ പദവി കൈക്കലാക്കാനായിട്ട് അവൻ പദ്ധതിയിടുന്നുണ്ട്. സൂക്ഷിക്കണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പിങ്കളകയുടെ മനസ്സിൽ സംശയമുദിച്ചു. ആകെ വെപ്രാളമായി, അസ്വസ്ഥനായി. അയാൾക്ക് ഒരു വിശ്വാസം ഇല്ലായ്മ തോന്നിത്തുടങ്ങി. അധികം താമസം ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള സംശയം കാരണം, ഉത്കണ്ഠ കാരണം, ഭയം കാരണം പിങ്കളക സഞ്ജീവകനെ കൊല്ലുകയാണ്. ആ നിഷ്കളങ്കനായ കാളെ അങ്ങനെ
മൃഗരാജൻ കൊല്ലുകയാണ്. പക്ഷേ സഞ്ജീവകൻ അന്ത്യശ്വാസം വലിച്ചപ്പോൾ പിങ്കളകനിൽ ഒരു പുനർചിന്തനം ഉണ്ടാവുകയാണ്. അയ്യോ, ഞാൻ തെറ്റാണല്ലോ ചെയ്തത്. എൻ്റെ ഒരു ആത്മമിത്രത്തെയാണല്ലോ ഞാൻ കൊലപ്പെടുത്തിയത്. എനിക്ക് എവിടെയോ പിഴച്ചല്ലോ എന്നൊക്കെ തോന്നുകയാണ്. ദുഃഖം അദ്ദേഹത്തിന് മേൽ പിടിമുറുക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിന് ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അദ്ദേഹം ദുർബലനായി. അദ്ദേഹത്തിൻ്റെ രാജ്യം പതിയെ ക്ഷയിക്കാൻ തുടങ്ങി. സഞ്ജീവകൻ്റെ മരണത്തോടുകൂടി വിശ്വസ്തതയും കൂറുമുള്ള ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത്. അതോടുകൂടി അദ്ദേഹം തകർന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയും ഒരു കഥയുണ്ട്. 2 സുഹൃത്തുക്കളുടെ കഥയാണ്. ഞാൻ ആദ്യത്തെ കഥ പറഞ്ഞത് ഒരു സുഹൃത്തിലുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിക്കാതെ ആ സുഹൃത്ത് പെരുമാറുകയാണ്. തിരിച്ചും ആ സുഹൃത്തിനോടുള്ള വിശ്വാസം റാം കാണിക്കുന്നുണ്ട്. ഒരു വലിയ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, സംശയിക്കുന്ന ഒരു സുഹൃത്താണ്. ആരോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് സംശയിക്കുന്ന ഒരു സുഹൃത്താണ് നമ്മൾ 2ാമത്തെ കഥയിൽ കാണുന്നത്. നേതാക്കൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, പല ഓഫീസുകളിലുമൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ചില വിശ്വസ്തരായ തൊഴിലാളികളെ, ഉദ്യോഗസ്ഥരെയൊക്കെ ചിലർ പറയുന്ന കേട്ടുകൊണ്ടൊക്കെ സംശയിക്കുകയും പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ളവർ പോകുമ്പോൾ ആ സ്ഥാപനമാണ് പലപ്പോഴും ക്ഷയിക്കുന്നത്, നിലംപതിക്കുന്നത്. അങ്ങനെയുണ്ട്, അങ്ങനെയൊരു പാഠമുണ്ട്. ഈ 2 കഥയിലും വിശ്വാസം ഒരു വലിയ ഘടകമായതുകൊണ്ടാണ് ഞാൻ 2ഉം പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.